ശിവക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ കാരണത്തെ നമ്മൾ ഏത് രൂപത്തിലാണ് കാണുന്നത്? ശിവരൂപത്തിൽ കാണാനാണ് പ്രവേശിക്കുന്നത്. വിഷ്ണു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിഷ്ണു രൂപത്തിലാണ് നമ്മൾ കാണുന്നത്, അല്ലേ? അപ്പോ എന്തിനേയും ആ കാരണസ്വരൂപമായിട്ടാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പൊ ഇവിടെ ആ പ്രപഞ്ചവൃക്ഷം ആയി സമുദ്രത്തിന്റെ മധ്യത്തിൽ ഈ പ്രപഞ്ച കാരണതത്വം പ്രകാശ വൃക്ഷം പോലെ ഇങ്ങനെ വിടർന്നു. അതിൽ നിന്നൊരു ഇല അങ്ങോട്ട് പൊഴിഞ്ഞു. ആ ഇലയിൽ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ആനന്ദാംബുധി മധ്യത്തിൽ ആലിന്നിലയിൽ അങ്ങനെ കാലിൻ വിരൽ നുകർന്നുള്ള ബാലലീല മനോഹരം എന്ന ഭാവത്തിൽ സാക്ഷാൽ ബാലമുകുന്ദൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിക്കണ്ണൻ ഒരു ആലിൻ്റെ ഇലയില് തൻ്റെ വലത്തെ കാലിലെ പെരുവിരല് വായയിൽ ചേർത്ത് വെച്ച് അത് നുണഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. ആ നുണയലും അതെ ഈ പ്രപഞ്ചത്തിന്റെ ആസ്വാദനത്തെയാണ് പറയുന്നത്. ആത്മാവിനെ ആസ്വദിക്കുക, അതാണ് നമ്മൾ നമ്മളെ തന്നെയാണ് യഥാർത്ഥത്തിൽ ആസ്വദിക്കുന്നത്. നമ്മൾ മറ്റൊന്നിനെയല്ല ആസ്വദിക്കുന്നത്. മറ്റൊന്ന് മാധ്യമം മാത്രമാണ്. നമ്മളാണ് യഥാർത്ഥത്തിൽ നമ്മളെ തന്നെയാണ് അനുഭവിക്കുന്നത് എന്ന തത്വത്തെ പകർന്നു തരുന്ന ആത്മസ്വരൂപനായ ആ മഹാവിഷ്ണു ഇങ്ങനെ ബാലമുകുന്ദനായി തൻ്റെ വലതുകാലിലെ പെരുവിരൽ ചുണ്ടോട് ചേർത്ത് അത് നുകർന്ന് ഒരു കൊച്ചുകുട്ടി കാലിന്റെ വിരലിങ്ങനെ കുടിച്ച് കിടക്കുന്നത് പോലെ കിടക്കുകയാണ്. ഈ കിടക്കുന്ന സമയത്ത് അവിടെ ഒരു താരാട്ടുണ്ടായത്രേ. ദേവി ഭാഗവതത്തിലെ കഥയാണ്, ആദ്യത്തെ കഥയാണ്. നിദ്രാദേവിയെ സ്തുതിച്ചത് നമ്മൾ കണ്ടു, അല്ലേ? ആ നിദ്രാദേവിയാണ് ഇതെന്ന് മനസ്സിലായത്. അത് ആ തത്വത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ദാ ഇങ്ങനെയാണ്. ഈ ആലിന്റെ ഇലയിൽ കിടക്കുന്നതായ ആ ബാലമുകുന്ദനെ താരാട്ട് പാട്ട് പാടി ഉറക്കുകയാണ് അമ്മ, പ്രപഞ്ചത്തിന്റെ അമ്മ, ജഗന്മാതാ. എന്താ താരാട്ട്? സർവം ഖൽവിദമേവാഹം നാന്യദസ്തി സനാതനം. ഇതാണ് ആ താരാട്ട്. കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഈ വരികൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? വരികൾ കാണണോ? ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ കണ്ടാൽ മതി. നിങ്ങൾ പോവാറുള്ള സ്ഥലമാണ്. തൃശ്ശൂർ പാറമേക്കാവിൽ തൊഴാറുള്ളവരാരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈവെക്കണം. ഇനി തൊഴാൻ പോകുമ്പോൾ അവിടെ നടക്കലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ മുകളിലേക്കൊന്ന് നോക്കണം. അപ്പൊ കാണാം ഈ വരികൾ അവിടെ എഴുതിയിരിക്കുന്നത്. ആ വരികൾ കാണുമ്പോൾ ഇതൊന്ന് ഓർമ്മിക്കണം. ആദ്യത്തെ താരാട്ടാണത്. എന്ത്? ഈ പ്രപഞ്ചത്തിൽ സനാതനമായി ഞാനല്ലാതെ മറ്റൊന്നുമില്ല എന്ന അമ്മയുടെ താരാട്ട്. ആ അമ്മയുടെ താരാട്ട് കേട്ടുറങ്ങുന്ന ബാലമുകുന്ദന്റെ മനോഹരമായൊരു ചിത്രം പകർന്നു തന്നുകൊണ്ടാണ് ദേവി ഭാഗവതം കഥ ആരംഭിക്കുന്നത്. അപ്പൊ ആരാണ് ഭഗവതി? നിദ്ര. ഉറങ്ങുമ്പോൾ ഉറക്കത്തെ ബഹുമാനിക്കണം. കാരണം ആ ഉറക്കം നമുക്ക് അമ്മയാണ്. ആ ഉറക്കം നമുക്ക് പകർന്നു തരുന്നത് ഈ പ്രപഞ്ചത്തിന്റെ അമ്മയായ കൈപ്പറമ്പ് ഭഗവതിയുടെ നേരിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. നന്നായി ഉറങ്ങാൻ കഴിയുക എന്നത്, അല്ലേ? നന്നായിട്ട് ഉറങ്ങാൻ ആഗ്രഹിക്കുന്നവരൊന്ന് കൈവെക്കണം. നന്നായിട്ട് ഉറങ്ങാൻ പറ്റാത്തവര് പലപ്പോഴും അമ്പലത്തിൽ വന്നിട്ടുണ്ട്, അല്ലേ? ഇപ്പോഴും ഉണ്ട് ഇവിടെ. ഞാൻ ചോദിക്കുന്നില്ല, ഇനി ആൾക്കാരെയൊന്നും അറിയിക്കാൻ നിൽക്കണ്ട. അപ്പൊ ഉറക്കം വേണ്ടതുപോലെ കിട്ടണമെങ്കിൽ ജഗന്മാതാവായ അമ്മയെ കാണണം. യാ ദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത. അമ്മ നമ്മൾ ആദ്യമായി അറിഞ്ഞത്, എൻ്റെ എന്ന ഭാവത്തിൽ നമ്മൾ അറിഞ്ഞത് ആരെയാണ്? അമ്മയാണ്. ദാരികവധ സമയത്ത് ഭദ്രകാളി ഇങ്ങനെ ഭീമാകാര സ്വരൂപിണിയായിട്ട് നിൽക്കുകയാണ്. ദാരികനാണെങ്കിലോ ഈ ഭദ്രകാളിയുടെ ഭാവം കണ്ട് പേടിച്ച് വിറച്ചു. ഇത് എന്ത് ചെയ്യണം? ദാരികനറിയാം ഇത് എളുപ്പമല്ല ഈ ഭദ്രകാളിയെ വധിക്കാൻ. കാരണം ദാരികൻ ചോദിച്ച വരം എന്താ? ഒരു സ്ത്രീയുടെ കൈകൊണ്ട് വേണമെങ്കിൽ ഞാൻ മരിച്ചോട്ടെ എന്നാണ്. അങ്ങനെ ഒരു ധാരണ പൊതുവായിട്ട് ഇപ്പൊ മാത്രമല്ല പണ്ടും ഉണ്ട്. ഇത്രേ എന്ത്? ഈ പെണ്ണുങ്ങളല്ലേ, അവരെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. അപ്പൊ സ്ത്രീയുടെ കൈ കൊണ്ട് വേണമെങ്കിൽ മരിച്ചോട്ടെ. ഈ വരം മേടിച്ച ആൾക്കാർ കുറെ പേരുണ്ട്. ദാരികനുണ്ട്, മഹിഷാസുരനുണ്ട്, ശുംഭനിശുംഭാസുരന്മാര്. ഇവരൊക്കെ സ്ത്രീയുടെ കൈ കൊണ്ട് മരിച്ചോട്ടെ എന്ന് വരം മേടിച്ചവരാ. എന്നിട്ട് എന്താ ഉണ്ടായേ? സ്ത്രീയുടെ കൈ കൊണ്ട് മരിക്കേണ്ടി വന്നു, അല്ലേ?